Hi students, in this video we will discuss about higher order partial derivatives. If z is a function of x and y, z equal to f of x, y, there exist two first order partial derivatives. We can differentiate this z partially with respect to x, that is dou z by dou x, and partially with respect to y, the derivative is dou z by dou y. These two derivatives z equal to f of x y ആയതുകൊണ്ട് ഡോ z ബൈ ഡോ എക്സിന് വരെ നമുക്ക് എന്ത് എടുക്കാം, ഡോ എഫ് ബൈ ഡോ എക്സ്, ഓർ ഇതിന് മറ്റൊരു നൊട്ടേഷൻ എന്താണ്, എഫ് എക്സ്. ആൻഡ് ദ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഡോ z ബൈ ഡോ വൈ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ, ആൻഡ് ഇറ്റ്സ് അനദർ നൊട്ടേഷൻ ഈസ് എഫ് വൈ. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. Partial derivative of f with respect to x and with respect to y. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇഫ് എഫ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സൈൻ വൈ. അപ്പോൾ ഈ ഫംഗ്ഷൻ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ് നമ്മുടെ എഫ്. ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ വൈ വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ സൈൻ വൈ ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസ് ഇ റേസ് ടു എക്സ്. ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നു. ഇവിടുത്തെ എക്സ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് എന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ വൈ ഈസ് കോസ് വൈ. അപ്പോൾ ഈ ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും നമ്മൾ എന്താ പറയുക, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫംഗ്ഷനെ ഒരൊറ്റ തവണ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തതേ ഉള്ളൂ. സോ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സിലേക്കൊന്ന് നോക്കി, വീണ്ടും നമുക്ക് എക്സിലും വൈയിലുള്ളൊരു ഫംഗ്ഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് റിസൾട്ടായിട്ട്. അപ്പോൾ ഈ ഡോ എഫ് ബൈ ഡോ എക്സിനെ വീണ്ടും എക്സിലും വൈയിലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണാം. ഡോ എഫ് ബൈ ഡോ വൈയും എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. സോ വി ക്യാൻ ഡിഫറൻഷ്യേറ്റ് ദിസ് ടൈം ആൾസോ വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ. സോ ഇഫ് വി ഡിഫറൻഷ്യേറ്റ് ദിസ് ഡോ എഫ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, വി ഗെറ്റ് ദ ഡെറിവേറ്റീവ് ആസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ്, റൈറ്റ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. ഓർ ഈ നൊട്ടേഷൻ വെച്ചിട്ട് ഇതേപോലെ എഴുതുകയാണെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സിന് പകരം എഫ് എക്സ് എന്ന് കൊടുക്കുന്നു, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ എഫ് എക്സ് എക്സ്, റൈറ്റ്. അപ്പോൾ എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. സോ ഡോ എഫ് ബൈ ഡോ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ നടത്തിയാൽ ആരെ, ഡോ എഫ് ബൈ ഡോ എക്സിനെ നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് ടേം എന്താണെന്നറിയോ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്. അതേ ഓർഡറിൽ എഴുതുന്നു, ഡോ വൈ ഡോ എക്സ്. ആൻഡ് ഇറ്റ്സ് നൊട്ടേഷൻ ഡോ എഫ് ബൈ ഡോ എക്സ് എന്താണ്, എഫ് എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എഫ് എക്സ് വൈ. ക്ലിയർ. അപ്പോൾ നമുക്ക് രണ്ട് ഡെറിവേറ്റീവ്സ് കിട്ടി. ഇപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ ഓർഡർ നോക്കി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, അങ്ങനെ ഓർഡിനറി ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ്സ് കണ്ടിട്ടുണ്ട്. അവിടെ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, ഹയർ ഓർഡർ ഒക്കെ നിങ്ങൾക്കറിയാം. അതേപോലെ ഡോ സ്ക്വയർ നമുക്ക് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഡോ എഫ് ബൈ ഡോ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ ഡോ എഫ് ബൈ ഡോ വൈയും എക്സിലും വൈയിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡോ എഫ് ബൈ ഡോ വൈയെ ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും. ഓക്കെ, സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, ദ ഡെറിവേറ്റീവ് ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. സെയിം ഓർഡർ, അതേ ഓർഡറിൽ എഴുതുന്നു, ഡോ എക്സ് ഡോ വൈ. ആൻഡ് ഇറ്റ്സ് നൊട്ടേഷൻ ഡോ എഫ് ബൈ ഡോ വൈക്ക് എങ്ങനെ കൊടുക്കുക, എഫ് വൈ. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് എഫ് വൈ എക്സ്. ഓക്കെ, ഇനി ഡോ എഫ് ബൈ ഡോ വൈയെ
ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി ഏത് വേരിയബിളിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം? ഡോ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. സോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. ഇപ്പോൾ കിട്ടുന്നുണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്തായിരിക്കും? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ വൈ. നമ്മൾ ഡോ സ്ക്വയർ വൈ സ്ക്വയർ നല്ല എഴുതണേ, ഡോ വൈ സ്ക്വയർ. ആൻഡ് ഇറ്റ്സ് നൊട്ടേഷൻ ഡോ എഫ് ബൈ ഡോ വൈക്ക് എഫ് വൈ. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എഫ് വൈ വൈ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ രണ്ട് വേരിയബിൾ വെച്ചിട്ടും ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സിനെ എക്സിലും വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ഡോ എഫ് ബൈ ഡോ വൈയെ എക്സിലും വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ 4 ഡെറിവേറ്റീവ്സ് ആണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, റൈറ്റ്? അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ആൻഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. 2 മിക്സഡ് പാർഷ്യൽസ്, 2 മിക്സഡ് പാർഷ്യൽസ് ഉണ്ട്. ബാക്കി സെക്കൻഡ് ഓർഡർ മിക്സഡ് പാർഷ്യൽസ് ആൻഡ് 2 other second order partial derivatives. If f is a continuous function, these mixed partials are equal. That is fyx and fxy are both are equal. If f is a continuous function, we can say that the second order partial derivatives are same. അപ്പോൾ ടോട്ടൽ എത്ര പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉള്ളത്? എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, ദെൻ എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് രണ്ടും സെയിം ആയിരിക്കും. എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എഫ് എക്സിനെ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. എഫ് വൈ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് വൈ എ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ വൈ എ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇസഡ് നമ്മൾ എഴുതിയപ്പോൾ നമുക്കൊരു ട്രീ ഡയഗ്രാം പോലെ വരയ്ക്കാം. ഇസഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് വൈ. ഇസഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കോമ വൈ. ദെൻ ഇറ്റ് ഹാസ് 2 first order partial derivatives. They are dou z by dou x and dou z by dou y. Now this dou z by dou x first order partial derivative can again differentiate partially with respect to x and y. With respect to x differentiate ചെയ്ത് കിട്ടുന്നത് എന്താ? ഡോ സ്ക്വയർ z by ഡോ എക്സ് സ്ക്വയർ. And with respect to y differentiate ചെയ്താൽ ഡോ സ്ക്വയർ z by ഡോ y ഡോ x, right? And ഡോ z by ഡോ y ഇതേപോലെ with respect to x differentiate ചെയ്യാം, with respect to y differentiate ചെയ്യാം. x differentiate ചെയ്താൽ കിട്ടുന്ന ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ z by ഡോ x ഡോ y. And with respect to y ആണെങ്കിൽ ഡോ സ്ക്വയർ z by ഡോ y സ്ക്വയർ, right? And we can say that these mixed partials are equal if the function is a continuous function. So ക്വസ്റ്റ്യനകത്ത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ മിക്സഡ് പാർഷ്യൽസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. സോ ഇതാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിളിലേക്ക് ഞാൻ ഒന്നും കൂടി നിങ്ങളെ കൊണ്ടുപോവുകയാണ്. നമുക്ക് എഫ് ഈക്വൽ ടു ഈ റേസ് ടു എക്സ് സൈൻ വൈ എന്നുണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ്സ് നമ്മൾ കണ്ടുവച്ചു, ഈ ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ. നമുക്കൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഏതൊക്കെയാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ആൻഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഓക്കെ, ഈ 4 സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഇതിൽ ഈ മിക്സഡ് പാർഷ്യൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് മിക്സഡ് പാർഷ്യൽസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം നമുക്ക് എന്താ ഓരോ ഡെറിവേറ്റീവ്സ് ആയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണേ? നമുക്ക് എങ്ങനെ ഈ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നത്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈ ഡെറിവേറ്റീവ് എങ്ങനെയാണ് കാണുന്നത്? എങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക? ഡോ ബൈ ഡോ എക്സ് ഓഫ്
ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കിട്ടുന്ന ഡെറിവേറ്റീവാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഇതാ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ഈസ് സൈൻ വൈ ഇ റേസ് ടു എക്സ്. Here we can differentiate this function partially with respect to x. So with respect to x differentiate ചെയ്യുമ്പോൾ y വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. സോ സൈൻ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇറ്റ് ഈസ് ഇ റേസ് ടു എക്സ്. സോ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് സൈൻ y ഇ റേസ് ടു എക്സ്. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ y dou x. The derivative is obtained by differentiating dou f by dou x partially with respect to y. That is, we can split this as dou by dou y of dou f by dou x. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന അറിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കണ്ടിട്ട് അതെങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാവും. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഡോ ബൈ ഡോ വൈ ഔട്ട് സൈഡ് എഴുതുക, ബാലൻസ് ഡോ എഫ് ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് തൊട്ട് മുന്നേ പറഞ്ഞ അതേ ഫംഗ്ഷൻ തന്നെയാണ് സൈൻ വൈ ഇ റേസ് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ എക്സ് വേരിയബിളിലുള്ള ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ആരാ? ഇ റേസ് ടു എക്സിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവും കിട്ടി. ഇനി ദ തേർഡ് വൺ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റൂൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എങ്ങനെ ഇതിൻ്റെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദ ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ വൈ. ഇതാണ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഓക്കെ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഡോ ബൈ ഡോ എക്സ് ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ഡോ എഫ് ബൈ ഡോ വൈ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് കോസ് വൈ. സോ എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെയും നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ അതേപോലെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് കോസ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടേക്കൊന്ന് നോക്കിയേ, നമുക്ക് കിട്ടിയത് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഇ റേസ് ടു എക്സ് കോസ് വൈ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ഇ റേസ് ടു എക്സ് കോസ് വൈ. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, മിക്സഡ് പാർഷ്യൽ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഈക്വൽ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിൽ ഒരെണ്ണം കൂടിയുണ്ട്. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എങ്ങനെയാണ് കാണുക? ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, റൈറ്റ്. ഡോ ബൈ ഡോ വൈ ഓഫ് നമ്മുടെ ഡോ എഫ് ബൈ ഡോ വൈ എന്താ? ഇ റേസ് ടു എക്സ് കോസ് വൈ. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ. So here e raised to x cos y with respect to y differentiate ചെയ്യണം. So treating e raised to x or the variable x as a constant. So e raised to x, take it as a constant. Derivative of cos y it is minus sin y. So dou square f by dou y square is minus e raised to x sin y. 4 പാർഷ്യൽ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കിട്ടി, സെക്കൻഡ് ഓർഡർ. ആൻഡ് ഇവിടെ മിക്സഡ് പാർഷ്യൽസ് ഏതൊക്കെയായിരുന്നു? മിക്സഡ് പാർഷ്യൽസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സും ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈയും ഇത് ഈക്വൽ ആയിരിക്കും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ഓക്കെ, so these are the second order partial derivatives. ഇപ്പോഴും നമുക്ക് കാണാം സെക്കൻഡ് ഡെറിവേറ്റീവ്സ് കണ്ടപ്പോഴും ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ അങ്ങനെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം? എക്സിലും വൈയിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കിട്ടും. അപ്പോൾ സെക്കൻഡ് ഓർഡർ വരെ ആയിട്ടുള്ളൂ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എഫ് അല്ലെങ്കിൽ നമ്മുടെ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയറിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, എക്സിൽ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുന്ന റിസൾട്ട്? ഡോ ക്യൂബ് എഫ് ബൈ ഡോ എക്സ് ക്യൂബ്.
and its notation is f x x x. Next, higher order partial derivatives. ഇതെല്ലാം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുമ്പോഴും വീണ്ടും എക്സിൽ വൈയിലുള്ളത് തന്നെയാണ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്കിനിയും അതിനെന്ത് ചെയ്യാം, സക്സസീവ് ഡിഫറൻസിയേഷൻ വഴി ഹയർ ഓർഡർ നമുക്കിനിയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഹയർ ഡെറിവേറ്റീവ്സ് കാണാം, ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് കാണാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ആ നൊട്ടേഷൻസ് അറിയാം. ഇപ്പോൾ ഡോ റേസ്ഡ് 4 f ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ. ഇതിൽ ഒരു കാര്യം ഓർക്കുക, ഈ ഫോർത്ത് ഓർഡർ ആണെങ്കിൽ ഇവിടെയും 4 തന്നെ കിട്ടണം. അപ്പോൾ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ ആയിരിക്കില്ല, അവിടെയും 4 തന്നെ ആയിരിക്കും. അപ്പോൾ അവിടെ കൗണ്ട് ചെയ്താൽ കിട്ടുന്നത്. ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക, ഡോ റേസ്ഡ് 4f ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ. സോ ഏറ്റവും ഔട്ട്സൈഡ് ഡോ ബൈ ഡോ എക്സ്, ഒരു ഡോ ബൈ ഡോ എക്സിന് പുറത്തെടുത്താൽ ബാലൻസ് എന്തുണ്ടാവും, ഡോ റേസ്ഡ് 4 മാറി ഡോ ക്യൂബ് വരും. അപ്പോൾ ഡോ ക്യൂബ് എഫ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു ഡോ എക്സ് പുറത്തേക്ക് കൊണ്ടുവന്നു, ബാക്കി ഡോ എക്സ് ഡോ വൈ സ്ക്വയർ അതേ ഓർഡറിൽ എഴുതുന്നു. ഓക്കെ, സോ ഇനി ഇതെന്താ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള ഡെറിവേറ്റീവ് തേർഡ് ഡെറിവേറ്റീവ് ആണ്, തേർഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡോ ബൈ ഡോ എക്സ് ഏറ്റവും ഔട്ട്സൈഡുള്ള ഡോ ബൈ ഡോ എക്സ് പുറത്തേക്ക് എടുത്താൽ ബാക്കി ഒരു ഡോ കൂടി പോയി കഴിഞ്ഞാൽ ഡോ സ്ക്വയറായി. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ. ഇതിപ്പോൾ നമ്മൾ കണ്ടതേ ഉള്ളൂ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് വെച്ചാൽ ആരാ, ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, റൈറ്റ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ. സോ ഇവിടെ ഈ ഫോർത്ത് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണണം, ഡോ റേസ്ഡ് 4f ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയർ എങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഒന്നുകൂടി എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇത്രയും പ്രോസസ്സാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം, ആ കറക്റ്റ് ഓർഡറിൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണേണ്ട ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡോ എഫ് ബൈ ഡോ വൈ, ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ദെൻ ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. അപ്പോൾ മറ്റൊരു ഫംഗ്ഷൻ നോക്കിയാൽ ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ. ഇതാണെങ്കിലോ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക നിങ്ങൾ, ഇവിടെ ഏറ്റവും ഔട്ട്സൈഡ് വന്നതാരാ, ഡോ ബൈ ഡോ വൈ ആണ്. സോ അത് ഞാനിങ്ങ് പുറത്തേക്ക് എടുത്തു, ബാക്കി എന്തുണ്ടാവും, ഡോ ക്യൂബിൽ നിന്ന് ഒരു ഡോ പോയി കഴിഞ്ഞാൽ ഡോ സ്ക്വയറായി. അപ്പോൾ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ. ദിസ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ്, നമ്മുടെ നേരത്തെ മിക്സഡ് പാർഷ്യൽ ആയി കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ്, എളുപ്പമല്ലേ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, ഓരോ ടേം ബൈ ടേം ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ ഏത് ഫസ്റ്റ് കാണണം, ദെൻ അതിനെ എന്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വീണ്ടും ഏത് വേരിയബിൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെന്ന് കറക്റ്റ് ഓർഡർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന് ഇങ്ങനെ മാത്രമായിരിക്കില്ല നോട്ടേഷൻ തരുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞു എഫ് എക്സ് എക്സ് എഫ് എക്സ് വൈ അങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, ഈ ഫസ്റ്റിൽ ഇവിടെ എന്താ ഉള്ളത്, എഫ് വൈ ആണുള്ളത്. എഫ് വൈയെ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, ദെൻ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, എഗെയിൻ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ ഡോ റേസ്ഡ് 4f ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ വൈ സ്ക്വയറിനെ എഫ് വൈ വൈ എക്സ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇങ്ങനെ ഒരു ടേമാണുള്ളതെങ്കിൽ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, എങ്ങനെ ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് സ്റ്റെപ്പ് ആലോചിക്കും. ഇത് വളരെ ഈസിയാണ്. എന്താ ചെയ്യണമെന്നറിയോ, എഫ് വൈ ഇടുക, ദെൻ ഒരു ബ്രാക്കറ്റ്, ദെൻ വൈ, ദെൻ എക്സ് എക്സ്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോണേ, ഡോ എഫ് ബൈ ഡോ വൈ. അതിനെ വൈ വേരിയബിളിൽ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഏതെങ്കിലും എക്സ് വേരിയബിളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, എക്സ് വേരിയബിളിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. വളരെ ഈസിയാണ്, ഇത്രയും പോലും ബുദ്ധിമുട്ടില്ല, ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഈ ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈയെ ഇപ്പോൾ നമ്മളുടെ ഇവിടേക്ക് നോക്കിയാൽ മതി. ഡോ ക്യൂബ് എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈ എന്ന് വെച്ചാൽ ആദ്യം എഫ് വൈ
അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എഫ് വൈ എക്സ് വൈ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതെങ്ങനെ എഴുതുക, എഫ് വൈ ഫസ്റ്റ്, ദെൻ എക്സിൽ, ദെൻ വൈ വേരിയബിൾ. ഈ ഏറ്റവും ഇന്നർ ഫംഗ്ഷന് എന്ത് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റീവിന് ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് അവിടെ നിന്ന് കറക്റ്റ് ഓർഡറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ഈ കാണുന്ന ഓർഡറിൽ നിന്ന് പോയാൽ മതി. ഓക്കെ, അപ്പോൾ മനസ്സിലാകുമല്ലോ എന്താണ് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്, ഹയർ ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുത്ത് പറയുന്നുണ്ട്, മിക്സഡ് പാർഷ്യൽസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പ്രൂവ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ദ മിക്സഡ് പാർഷ്യൽസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വരുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.